രാവിലെ ചായ കുടിച്ചു 3 രൂപ അധികം പോയി. സാധാരണഗതിയിൽ ചെന്നൈയിൽ കടകളിലൊക്കെ ചായ കുടിക്കുമ്പോൾ 12 രൂപയാണ് നൽകേണ്ടത്. ഇന്നു മുതൽ അത് 15 രൂപയാക്കി വർദ്ധിപ്പിച്ചതായാണ് ടീ ഷോപ്പ് ട്രേഡേഴ്സ് അസോസിയേഷൻ അറിയിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഇത്തരത്തിൽ ചായയുടെ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കച്ചവടം കുറയ്ക്കുമെന്നുള്ളൊരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഈ വില വർധനവ് ഒഴിവാക്കി അല്ലെങ്കിൽ തൽക്കാലം മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഇന്നു മുതൽ ചായയുടെയും കാപ്പിയുടെയും ഒക്കെ വില കൂട്ടുകയാണ്. ചായക്ക് ഇനി മുതൽ 15 രൂപ നൽകണം. നേരത്തെ 12 രൂപയായിരുന്നു. ഒപ്പം തന്നെ കോഫിക്ക് ഇനി മുതൽ 20 രൂപയാണ് നൽകേണ്ടത്. 15 രൂപയായിരുന്ന കോഫിക്ക് ഇനി മുതൽ 20 രൂപ നൽകേണ്ടി വരും. ഒപ്പം തന്നെ ബൂസ്റ്റ് ചായ, ഹോർലിക്സ് ചായ, ലെമൺ ടീ, ചുക്ക് കാപ്പി തുടങ്ങിയ എല്ലാത്തിൻ്റെയും വില ഇന്നു മുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഇതിനൊക്കെയും 5 രൂപയുടെ വിലവർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ബൂസ്റ്റിനും ഹോർലിക്സിനും ഒക്കെ ഇപ്പോൾ ഡിമാൻഡ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ധാരാളമായി ബൂസ്റ്റ് ചായയും ഹോർലിക്സ് ചായയും ഒക്കെയാണ് കുടിക്കുന്നത്. അങ്ങനെ വെറൈറ്റി ചായകളുടെ പുതിയ ഷോപ്പുകളൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിൽ വിലവർധനവ് കൂടി വരുന്നത്. 20 രൂപയിലായിരുന്ന ഇത്തരത്തിലുണ്ടായിരുന്ന ചായകളെല്ലാം ഇനി 25 രൂപ കൊടുത്താൽ മാത്രമേ ഈ ചായകൾ ലഭിക്കുള്ളൂ. ഒന്നാമത് തന്നെ ഇവിടെ ചായ കിട്ടുന്നത് വളരെ ചെറിയ കപ്പിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഇനി ഓരോ തവണയും ചായ കുടിക്കുമ്പോൾ 3 രൂപയും 5 രൂപയും ഒക്കെ അധികം നൽകേണ്ടി വരും. എന്തായാലും ഈ പാലിൻ്റെ വിലവർധനവ്, ഒപ്പം തന്നെ തേയിലയുടെ വിലവർധനവ്, ഈ ഇത്തരത്തിൽ പാചകവാതക സിലിണ്ടറിൻ്റെ വിലവർധനവും ഇവരൊരു കാരണമായി പറഞ്ഞിരുന്നു. അത് ഇന്ന് രാവിലെയാണ് ഏതാണ്ട് കുറച്ചത്. ഒപ്പം തന്നെ പഞ്ചസാരയുടെ വിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെയും മുൻനിർത്തിക്കൊണ്ടാണ് എന്തായാലും ചായയുടെ വില കൂട്ടിയിരിക്കുന്നത്. ചായ കുടിക്കുന്നവർക്കും ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നവർക്കും ഇതൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ്.